ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ കേസെടുത്ത് അന്വേഷണം വേണമെന്ന ദേവസ്വം വിജിലൻസ്. മോഷണവും ഗൂഢാലോചനയും സ്ഥിരീകരിച്ചാണ് വിജിലൻസിന്റെ പൂർണ്ണ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും. പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് നിലവിൽ വരും. SIT സ്വർണ്ണമോഷണത്തിൽ പമ്പ പോലീസ് കേസെടുക്കുമെന്നും അറിയുന്നു. ഷബീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നിന്ന് ചേരും. അതുപോലെ പമ്പയിൽ നിന്ന് IV ജയശങ്കറും ചേരുന്നു. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷും. ആദ്യം ഷബീദ് റാവുത്തറിലേക്ക്. ഷബീദ്, ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ടിൽ എന്തൊക്കെ കണ്ടെത്തലുകളാണ് നടത്തിയിട്ടുള്ളത്? ക്രിമിനൽ കോൺസ്പിറസി അടക്കം സംശയിക്കുന്ന റിപ്പോർട്ടായിരിക്കും, പൂർണ്ണ റിപ്പോർട്ടായിരിക്കും ഇന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ കൊടുക്കാൻ പോവുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ, അതായത് ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ ഗൂഢാലോചന നടന്നു എന്നുള്ള കാര്യം വിജിലൻസ് സ്ഥിരീകരിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം, ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഗൂഢാലോചന നടത്തി. അതിന്റെ ഭാഗമായിട്ടാണ് സ്വർണ്ണപ്പാളി, ചെമ്പുപാളി എന്ന് രേഖപ്പെടുത്തിയത്. ഉദ്യോഗസ്ഥർക്ക് ഈ ഇടപാടിൽ കമ്മീഷൻ കിട്ടിയോ എന്നടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. മാത്രവുമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായങ്ങൾ ചെയ്തു കൊടുത്തത് ഉന്നത ഉദ്യോഗസ്ഥരാണ്. ഈ വിഷയം 2019 വിഷയം ശ്രദ്ധയിൽപ്പെട്ടിട്ടും മറ്റു ചില ഉദ്യോഗസ്ഥർ ഇടപെടാത്തതും അത്തരം സ്വാധീനങ്ങൾ കൊണ്ടാണ് എന്നുള്ള കാര്യം കൂടി ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, അത് ഇന്നലെ സ്മാർട്ട് ക്രിയേഷൻ CEO പങ്കജ് ഭണ്ഡാരി ദേവസ്വം ആസ്ഥാനത്തെത്തി മൊഴി നൽകിയിരുന്നു. അദ്ദേഹത്തിന്റെ നിർണായക മൊഴിയിൽ പറയുന്നത് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് എത്തിച്ചത് പുതിയ ചെമ്പുപാളി എന്നുള്ളതാണ്. അപ്പോൾ സ്വർണ്ണപ്പാളി അല്ല, സ്വർണ്ണപ്പാളി ശബരിമലയിൽ നിന്ന് എടുത്തു കൊണ്ടുപോയ സ്വർണ്ണപ്പാളി എന്ന് മാത്രവുമല്ല, ചെമ്പുപാളി പോലും, ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ ചെമ്പുപാളി പോലും സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചില്ല. അപ്പോൾ അടിമുടി കച്ചവടം നടന്നു എന്ന് തെളിയിക്കുന്നതാണ് ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് എന്നുള്ളത് സൂചനകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. മാത്രവുമല്ല, കാലപ്പഴക്കമില്ല അവിടേക്ക് എത്തിച്ച ചെമ്പുപാളിക്ക് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായും മാറ്റി അത് വേറെ ഏതോ ഒരു ചെമ്പുപാളി അവിടെ കൊണ്ടുപോയി വർക്ക് ചെയ്യാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രമിച്ചു എന്നുള്ളതും മനോജ് ഭണ്ഡാരിയുടെ മൊഴിയിൽ നിന്ന് വ്യക്തം. ഏതായാലും ഇതിന്റെ അടിസ്ഥാനത്തിലാണ് മോഷണം, ക്രിമിനൽ കോൺസ്പിറസി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ ഇന്ന് റിപ്പോർട്ട് നൽകുക. റിപ്പോർട്ടിൽ മറ്റു ചില പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ കൂടിയുണ്ട്. അതൊരു പക്ഷേ കോടതിയിൽ ആ റിപ്പോർട്ട് കൊടുത്ത ശേഷം മാത്രം ആ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യും. SKN. ഓക്കെ, താങ്ക് യു ഷബീദ് റാവുത്തർ. എന്തായാലും സ്വർണ്ണപ്പാളി ചെമ്പുപാളിയായിട്ട് മാറിയത് കേസെടുക്കാൻ സാധ്യത വരുന്നു. അപ്പോൾ ഇതിൻ്റെ കേസെടുക്കാൻ സാധ്യതയുള്ള പമ്പ പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ പമ്പയിൽ കേസെടുക്കുന്ന വിവിധ സാധ്യതകളെക്കുറിച്ച് പറയാൻ നമുക്ക് ഇപ്പോൾ EV ജയശങ്കറുണ്ട്. ജയശങ്കർ, പറയൂ പമ്പയിൽ നിന്ന്. ഗുഡ് മോർണിംഗ് SKN. എന്തായാലും ഈ SIT അന്വേഷണം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അവർക്ക് അന്വേഷിക്കാൻ ഒരു കേസ് വേണം, ഒരു FIR വേണം. അതുമായി ബന്ധപ്പെട്ടാണ് പമ്പ സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ആലോചന പോലീസ് ആസ്ഥാനത്ത് നടക്കുന്നത്. ഇന്ന് ദേവസ്വം വിജിലൻസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ഇതുമായി ബന്ധപ്പെട്ട് പമ്പ സ്റ്റേഷനിൽ കേസെടുക്കുമെന്നാണ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പോലീസ് ആസ്ഥാനത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് ഒരുപക്ഷെ ഇല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ പമ്പ സ്റ്റേഷനിൽ ഈ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നിലവിൽ ലഭ്യമാവുന്ന വിവരം. ഇതുമായി ബന്ധപ്പെട്ട നിയമപരമായ കൂടിയാലോചനകൾ പോലീസ് ആസ്ഥാനത്ത് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം കൃത്യമായി ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തലുണ്ട്. ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണപ്പാളി യഥാർത്ഥമായി വിജയ് മല്യ സമർപ്പിച്ച സ്വർണ്ണപ്പാളി അത് മോഷണം പോയി എന്നൊരു കണ്ടെത്തൽ ദേവസ്വം വിജിലൻസ് നടത്തുന്ന ഒരു സാഹചര്യത്തിൽ ഒരു കേസെടുക്കാതെ ഒരു അന്വേഷണത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ SITക്ക് അന്വേഷിക്കാൻ ഒരു കേസ് വേണം. അത് ഈ ക്രൈം നടന്ന സ്ഥലമായ പമ്പയിൽ തന്നെ ആ കേസ് രജിസ്റ്റർ ചെയ്യുമെന്നാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം തന്നെ ഈ ദേവസ്വം ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകളെയും ഈ കേസിൽ പ്രതി ചേർത്തേക്കും. എന്തായാലും ഈ കേസ് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തി എപ്പോൾ കേസെടുക്കുന്ന കാര്യത്തിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. പക്ഷേ അധികം വൈകാതെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള ആളുകളെ പ്രതി ചേർത്തുകൊണ്ട് മോഷണം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കുമെന്നാണ് നിലവിൽ നമുക്ക് പോലീസ് ആസ്ഥാനത്ത് ഉൾപ്പെടെ ലഭ്യമാകുന്ന വിവരം. പക്ഷേ ഔദ്യോഗികമായി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും തയ്യാറാകുന്നില്ല. EV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്നൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘം SIT കോടതിയിലെത്തി. SP സൂപ്രണ്ട് പോലീസ് S ശശിധരനാണ് പോലീസ് ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് പ്രത്യേക സംഘം കേസ് ഏറ്റെടുക്കുമെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. വിഷ്ണു സുരേഷ് കൊച്ചിയിൽ നിന്ന് ഹൈക്കോടതിയുടെ ഇന്നത്തെ നടപടികളെക്കുറിച്ച് പറയാൻ നമുക്കൊപ്പം ചേരുകയാണ്. പറയൂ വിഷ്ണു, വിവരങ്ങൾ.
എസ്കെൻ ഗുഡ് മോർണിംഗ്. ഈ സ്വർണ്ണപ്പാളി വിവാദം അതൊരു സ്വർണ്ണ മോഷണത്തിലേക്ക് സ്ഥിരീകരിച്ചത് ഹൈക്കോടതിയുടെ ഇടപെടലാണ്. കേവലം അനുമതിയില്ലാതെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി എന്ന ദേവസ്വം കമ്മീഷണർ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. ഹൈക്കോടതി പക്ഷേ അതിൽ മാത്രമല്ല ഈ 99 മുതൽ 2025 വരെ ശബരിമലയിൽ നടന്ന സ്വർണം പൂശലുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വിശദമായ കണക്കുകൾ അതിന്റെ രേഖകളൊക്കെ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെയാണ് 2019 സ്വർണം പൂശലിൽ ദുരൂഹത നിറഞ്ഞതാണെന്ന് ഹൈക്കോടതി നിഗമനത്തിലേക്ക് എത്തുകയും പിന്നീട് ചീഫ് വിജിലൻസിനോ ദേവസ്വം വിജിലൻസിനോട് അന്വേഷിച്ച റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തത്. ആ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുകയാണ്. ആ അന്വേഷണ റിപ്പോർട്ടിലെ വിവരങ്ങളൊക്കെ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ആ റിപ്പോർട്ടിന്മേൽ ഇനി ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ്. ഹൈക്കോടതി നിരീക്ഷണങ്ങളും ഏറെ ശ്രദ്ധേയമാണ്. ഒപ്പം കഴിഞ്ഞ തവണ കേസ് പരിഗണിച്ച ഘട്ടത്തിലാണ് ഇതിലൊരു ക്രൈം എലമെന്റ് ഉണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി ഹൈക്കോടതി തന്നെ, ഒരുപക്ഷെ സമീപകാലത്ത് ഹൈക്കോടതിയുടെ ഇടപെടൽ അങ്ങനെ ഉണ്ടായിട്ടില്ല, ഹൈക്കോടതി തന്നെ നേരിട്ടൊരു അന്വേഷണ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിക്കുന്നത്. എച്ച് വെങ്കടേഷിന്റെ നേതൃത്വത്തിൽ SP ശശിധരന്റെ മേൽനോട്ട ചുമതല അന്വേഷണ ചുമതല നൽകിയൊരു അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. 10-ാം തീയതി, അതായത് ഇന്നാണ് ആ അന്വേഷണ സംഘം ഈ ശബരിമല സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട കേസ് ഏറ്റെടുക്കാൻ ഉത്തരവിൽ പറഞ്ഞിരുന്നത്. അതിൽ പ്രകാരമാണ് S ശശിധരൻ ഇന്ന് ഇപ്പോൾ ഈ കോടതിയിൽ ഹാജരായിരിക്കുന്നത്. അദ്ദേഹം നേരിട്ട് എത്തിയിരിക്കുകയാണ്. സർക്കാർ അതിന്റെ ഔദ്യോഗികമായ ഓർഡർ ഇന്ന് കോടതിയിൽ നൽകുകയും ചെയ്യും. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇന്ന് കോടതിയിൽ നടക്കുന്നത്. ഒന്ന്, ദേവസ്വം വിജിലൻസിന്റെ സമ്പൂർണ്ണ റിപ്പോർട്ട് ഹൈക്കോടതിയിലേക്ക് എത്തുന്നു. അതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങളും പരാമർശങ്ങളും ഉണ്ടാകും. മറ്റൊന്ന്, ഹൈക്കോടതി നിർദ്ദേശിച്ച ഈ നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അന്വേഷണം ഏറ്റെടുക്കുന്നു. അങ്ങനെ ഇന്ന് ഹൈക്കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പിൻ പോയിന്റായി മാറും. ഈ കേസിൽ അല്ലെങ്കിൽ ഈ സംഭവത്തിൽ ഉടനീളം ഹൈക്കോടതി സ്വീകരിച്ച, ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് സ്വീകരിച്ച ജാഗ്രതയാണ് ഇത്തരം വലിയ ഒരു കളവ് പുറത്തേക്ക് വരാൻ വഴിവെച്ചെന്നുള്ളതും ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ്. എസ്കെൻ. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത്. എന്തായാലും ഇന്ന് ഈ സ്വർണ്ണമോഷണത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.